നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോകുന്നതാണ് നല്ലത്. ഇന്നലെ ഹരിച്ചേട്ടനോട് വഴക്കിട്ടതിന് മാപ്പ് പറയാം. കുറച്ചധികം പറഞ്ഞു പോയി ഞാൻ. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ വരാച്ചാ. എന്ത് മോശം ഇതൊക്കെ. എന്ത് മോശം? കല്യാണം നിശ്ചയിച്ച പെണ്ണിനെ വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവേ, അതൊക്കെ മോശം. നിശ്ചയത്തിന് മുമ്പേ ഇവള് പലതവണ അവിടെ പോയതല്ലേ? ശേഖരൻ ഫോൺ ചെയ്തപ്പോ ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞതല്ലേ? അവിടെ ഹരിയുടെ പെങ്ങന്മാർ ഇവളെ കാണാൻ കാത്തിരിക്കുന്നു. മാത്രമല്ല, കല്യാണം നിശ്ചയിച്ച പെണ്ണ് ഭാവി വരന്റെ വീട്ടിലേക്ക് പോകരുതെന്നുള്ള അന്ധവിശ്വാസമൊക്കെ എപ്പോഴേ കാലഹരണപ്പെട്ടതാ. ഇപ്പോഴത്തെ കുട്ടികൾ അതൊക്കെ എന്നെ കാറ്റിപ്പറത്തി കളഞ്ഞതാ. അതും ചുമലിൽ വെച്ച് നടക്കാതെ പത്മിനി. ഓ, നിങ്ങളായി നിങ്ങളുടെ പാടായി. നമുക്കൊന്ന് പോയിട്ട് വരാം മോളെ. നീ റെഡിയാവും? ശരി അച്ഛാ. ഈശ്വര, ഇനി അവിടെ ചെല്ലുമ്പോ മോതിരം കയ്യിലില്ല എന്നുള്ള കാര്യം ഹരിച്ചേട്ടൻ കണ്ടുപിടിക്കൂ. എന്ത് മറുപടിയാ ഞാൻ പറയാ? ഹരീഷ്ണ മോനെ, എന്താ അച്ഛമ്മ എവിടെയെങ്കിലും പോവാ? അതെ, അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. ഒരു വഴിപാട് ചെയ്യാനുണ്ട്. ഞാനും അനു അനക്കയും കൂടിയാ പോകുന്നേ. ശരി, പോയിട്ട് വരണം. അതിന് എന്നോട് എന്തിനാ പറയുന്നേ? അതല്ല മോനെ, ശേഖരനും ജയകൃഷ്ണനും ഇവിടെ ഇല്ല. അതുകൊണ്ട് വീട് പൂട്ടുന്നില്ല. വാതില് വെറുതെ ചാരി വെക്കുന്നേ ഉള്ളൂ. ശരി. എന്തിനുള്ള വഴിപാടാണെന്ന് നീ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനെന്തിനു ചോദിക്കണം? ചോദ്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കുറച്ചധികമാണെന്നല്ലേ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ട് ചോദിച്ചില്ല. പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാം. നിന്റെ കല്യാണ നിശ്ചയം അലങ്കോലപ്പെടുമെന്ന് തോന്നിയപ്പോ ഞാൻ അവിടെ ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്ന് മനസ്സുരുകി നേർന്നൊരു വഴിപാടാ. ഭഗവതിയുടെ മുന്നിൽ ഒരു ശത്രു സംഹാര പൂജ. അതോടെ എല്ലാം ഭംഗിയായി നടത്തി തന്നില്ലേ ഭഗവതി? ആ വഴിപാട് നടത്തിയിട്ട് വരാം. ശരി, പോയിട്ടോ. ആ, ഫ്ലാസ്കിൽ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോണം. കുടിച്ചോളാം. പോകാം മക്കളെ. ശരി അച്ഛമ്മേ. വലിയേട്ടനോട് കാപ്പി കുടിക്കാൻ പറഞ്ഞു? ആ, പറഞ്ഞു. എന്നാ വാ, വേഗം നടക്ക്, പോയിട്ട് വരാം. ഇത്രയും നേരിട്ട് വിളിച്ചില്ലല്ലോ അതിര. അതിനർത്ഥം അവളെ ദേഷ്യം മാറിയിട്ടില്ല എന്ന് തന്നെ. ഇനി ഞാൻ എന്താണോ ചെയ്യണ്ടേ? ചോദിച്ചതിനൊക്കെ ഷടയിന്ന് ഉത്തരം തരുന്നൊരു ചങ്ങാതി ഉണ്ടല്ലോ എനിക്ക്. അവനെ തന്നെ വിളിച്ചേക്കാം. ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയ അപ്പം തുടങ്ങും ഓരോ ഡിസ്റ്റർബൻസ്. അച്ഛനോ? പക്ഷെ അച്ഛനെന്തിനാ ബെല്ലടിക്കുന്നത്? വെറുതെ ചാരിയിട്ട് പൊയ്ക്കോളന്നല്ലേ അച്ഛമ്മ പറഞ്ഞേ. ചാരിയിട്ടുള്ളൂ, തുറന്നിങ്ങ് വന്നൂടെ? എന്താ മാഷെ ഇങ്ങനെ ഒരു നോട്ടം? എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ. കയ്യില് ബൊക്കയില്ല. കഴിഞ്ഞ തവണ വന്നപ്പോ ബൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ ഹരിച്ചേട്ടൻ ഇന്ന് പുലമ്പുന്നത്? ബൊക്കയോ? അതെ, ഒരു ചെറിയ ബൊക്കെ. അതും കൊണ്ട് വന്നാലേ ലിസ്റ്റ് തന്നേ. എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുരുട്ടി ചുരുട്ടി വച്ചൊരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതാണോ സത്യം, അതോ ഇതാണോ സ്വപ്നം? അയ്യോ,
ഇത് സ്വപ്നമല്ല, അത് സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? ഇത് സ്വപ്നമല്ല, സത്യം തന്നെ സമ്മതിച്ചു. നോ ഡൗട്ട്. അത് കൊള്ളാം. ഇതാണ് മര്യാദ. ഒരു ഗസ്റ്റ് വരുമ്പോ അകത്തേക്ക് കേറി വരാനെങ്കിലും പറയണ്ടേ? ആ കേറുവാ കേറുവാ വാ. സത്യം പറയാലോ അതിലെ ഇപ്പോഴൊന്ന് സമാധാനമായത്. 3000 രൂപ അയച്ച് മാപ്പില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചപ്പോ ഞാനങ്ങ് ആവിയായി പോയി. ഒരു പോള കണ്ണടച്ചില്ല ഇന്നലെ രാത്രി. എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലോ. ഇവിടെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം. അച്ഛനാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി. ജയകൃഷ്ണൻ പതിവ് പോലെ വർക്ക്ഷോപ്പിൽ പോയി. അച്ഛമ്മയും അനുശ്രീയും അമ്പലത്തിലും പോയി. അപ്പൊ ഞാനും പോയേക്കാം. ഏയ് അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ആദ്രിക്ക് പിന്നെ എത്ര വേണമെങ്കിലും വഴക്ക് പറയാന്നാ. ആരും കേക്കില്ല. വഴക്ക് പറയാനൊന്നും വന്നതല്ല ഞാൻ. അച്ഛൻ പറഞ്ഞു ശേഖരൻ അങ്കിളിനെ ഒന്ന് കാണാൻ പോവാണെന്ന്. എന്നാ പിന്നെ ഞാനും വരാന്ന് പറഞ്ഞു. അങ്കിളിനെ ഞങ്ങള് വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. അവരോട് സംസാരിച്ചോണ്ട് നിൽക്കുക. അപ്പൊ പിന്നെ റോഡിൽ അവിടെ അങ്ങനെ നിക്കണ്ടല്ലോ എന്നുള്ളോണ്ട് ഞാനിങ്ങ് പോന്നതാ. വെരി ഗുഡ്, വെൽക്കം. ഹരിച്ചേട്ടനോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. എനിക്ക് ആതിരയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ ഹരിച്ചേട്ടൻ ആദ്യം പറയൂ. അച്ഛനും ശിവദാസനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു വ്യക്തത ഉണ്ടാവട്ടെ. അതങ്ങ് പറഞ്ഞു തീർത്തേക്കാം. എങ്കി പിന്നെ പറയാന്നേ. പറയാനല്ല, ചോദിക്കാനുള്ളത്. ചോദിക്കാനോ? ദാ ഇത് കണ്ടോ? ആതിര എനിക്ക് ഇട്ടുതന്ന മോതിരം അത്. ഇതുപോലൊരു മോതിരം ഞാൻ ആതിരയ്ക്ക് ഇട്ടു തന്നിരുന്നു അല്ലേ? അതൊന്ന് കാണിച്ചേ. ആ വിരളൊന്ന് നീട്ടി കാണിച്ചാ. ഇല്ല ഹരിച്ചേട്ടാ, അതെനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞതും അത് തന്നെയാ. മോതിരം എവിടെയോ വീണു പോയതാ. എവിടെയാണെന്ന് അറിയില്ല. എന്റെ ഒരു നോട്ടക്കുറവുകൊണ്ട് സംഭവിച്ചതാ. എന്നെ എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞോളൂ. എവിടെയോ വീണുപോയല്ലേ? അതിലെ എൻഗേജ്മെന്റ് റിംഗ് എന്ന വളരെ പവിത്രമായ ഒന്നാ. അറിയില്ലേ അത്? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. വെറും 3000 രൂപയുടെ കാര്യത്തിന് ഞാൻ അങ്കിളിനെ കുറ്റം പറഞ്ഞു. തെറ്റ് തന്നെയാ. അതിന് ഞാനൊരു 1000 തവണ മാപ്പും പറഞ്ഞു. എന്നിട്ടും എൻഗേജ്മെന്റ് മോതിരം ഊരി വലിച്ചെറിഞ്ഞത് വല്ലാത്ത കടുപ്പായി പോയി.